പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, കണ്ണപുരം റിജിത്ത് വധക്കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ 7-ന് പ്രസ്താവിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് കോടതി വിധി? അനുജ, 2005 ഒക്ടോബർ 3-നാണ് കണ്ണൂർ കണ്ണപുരത്ത് വെച്ച് ഈ കൊലപാതകം നടന്നത്. DYFI പ്രവർത്തകനായ റിജിത്തിനെ RSS BJP പ്രവർത്തകർ മാരകായുധങ്ങളുമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ 19 വർഷത്തിന് ശേഷം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 3 വിധി പറഞ്ഞിട്ടുള്ളത്. ആ കേസിൽ ആകെ 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3-ാം പ്രതി വിചാരണ ഘട്ടത്തിൽ മരണപ്പെട്ടിരുന്നു. മറ്റവശേഷിക്കുന്ന 9 പ്രതികൾ RSS BJP പ്രവർത്തകരായിട്ടുള്ള 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ കൊലക്കുറ്റം തന്നെ മുഴുവൻ പ്രതികൾക്കെതിരെയും തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ ഘട്ടത്തിൽ ആ പ്രദേശത്ത് ഈ ഒരു അമ്പലത്തോട് ചേർന്ന് ഈ ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകരും RSS BJP പ്രവർത്തകരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായിരുന്നു. ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം നടന്ന പ്രശ്നത്തിൻ്റെ തുടർച്ചയായി റിജിത്തിനെ ഈ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞത്. അത് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. മറ്റ് 3 DYFI പ്രവർത്തകർക്ക് കൂടി ഈ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത കേസാണ്. അതിൽ 19 വർഷത്തിന് ശേഷം ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. 9 പ്രതികൾക്കും കൊലക്കുറ്റം തെളിഞ്ഞ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 7-ാം തീയതിയാണ് കേസിലെ ശിക്ഷാവിധി. കണ്ണപുരത്ത് DYFI പ്രവർത്തകനായിരുന്ന റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പേരും കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 7-ന് ശിക്ഷ വിധിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്.